UDF ആരോപിക്കുന്ന പോലെ ഭരണവിരുദ്ധ വികാരം അത് വോട്ടായി മാറുകയായിരുന്നെങ്കിൽ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തെ UDF സ്ഥാനാർത്ഥി എൻ ശക്തൻ നിഷ്പ്രയാസം ജയിച്ചു കയറേണ്ട അല്ലെങ്കിൽ അനായാസം ജയിച്ചു കയറേണ്ട ഒരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം. എന്നാൽ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയ കെ ആൻസലൻ പറയുന്നത് 2016-ലും 2021-ലും നേടിയ ഭൂരിപക്ഷത്തെക്കാൾ അധികമായി ഇത്തവണ ഭൂരിപക്ഷം നേടി താൻ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ താൻ MLA ആയി എത്തുമെന്ന് തന്നെയാണ് ആൻസലിൻ്റെ ആത്മവിശ്വാസം പഠിപ്പിക്കുന്നത്. ഇത് കൂടാതെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ജനങ്ങളും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഇവിടെ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം എന്നൊരു സാധനമില്ല, മാത്രമല്ല വികസനം നന്നായി ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നത് അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തനായിരുന്നാലും, അതായത് UDFിൻ്റെ സ്ഥാനത്ത് ശക്തനായിരുന്നാലും LDF സ്ഥാനത്ത് കെ ആൻസലായിരുന്നാലും രണ്ടുപേരും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നതും. നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം ഏതാണ്ടൊരു വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ മൂന്ന് മുന്നണികളും ഒരുപോലെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2016-ൽ ആദ്യമായി ആൻസലൻ മത്സരിക്കുമ്പോൾ അന്ന് 4 അക്കത്തിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് 2021 ആയപ്പോൾ അത് 5 അക്ക ഭൂരിപക്ഷം മാറുകയും ചെയ്തു. എന്നാൽ ഇത്തവണ 2026-ലേക്ക് എത്തുമ്പോൾ അത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും സംഭവിച്ചിരിക്കുന്നത് അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസലിന് എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും. എത്രത്തോളം വിജയ ശതമാനമുണ്ട്? ആൻസൽ എങ്ങനെ ജയിക്കും? എങ്ങനെയുണ്ടായിരുന്നു ആൻസലൻ ഈ കഴിഞ്ഞ 10 വർഷം? 10 വർഷം നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട്. ജയിക്കും, ഉറപ്പാണ്, നമുക്ക് ഉറപ്പ്. ആൻസലൻ എങ്ങനെ ജയിക്കുമെന്നാണ് കരുതുന്നത്? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എല്ലാ മേഖലയിലും നല്ല വികസനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇപ്പോൾ 3-ാം വർഷമാണ് ആൻസർ വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറേ അലിഗേഷൻസ് ഉണ്ടാകുന്നുണ്ട്, കുറേ പരാതികൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതുപോലെ വികസനങ്ങളെന്ന് പാർട്ടി പ്രവർത്തകരും പറയുന്നുണ്ട്. ഇതിലേതാണ് ശരി? പാർട്ടി പ്രവർത്തകർ മാത്രമല്ല വികസനം എന്ന് പറയുന്നത്, സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളും പറയുന്നുണ്ട് വികസനം. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരായിരുന്നാലും ഇപ്പോൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെന്നല്ല, സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളും വികസനത്തിൽ സംതൃപ്തരാണ്. അത് പ്രതിഫലിക്കും. ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നെയ്യാറ്റിൻകര നഗരസഭ മാത്രമാണ് ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്നത്. ബാക്കി പഞ്ചായത്തുകളടക്കം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ വിജയസാധ്യത എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു? ഇല്ല, എന്നാലും അതൊന്നും ഇതിലൊരു പ്രശ്നമായിട്ട് വരത്തില്ല. ഉറപ്പായിട്ടും LDF തന്നെ വരും. ഉറപ്പായിട്ടും LDF തന്നെ വരട്ടെ. ഇതാണ് ജനങ്ങൾക്കും പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു LDF തരംഗമുണ്ടെന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങളും പറയുന്നതാണ് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത്. ബാക്കി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇനി ബാക്കി കണ്ടറിയേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാമത് അംഗം കുറിക്കാൻ വേണ്ടി കെ ആൻസലൻ വീണ്ടും മത്സരരംഗത്തുണ്ട്. അപ്പോൾ ആദ്യമായി 2016-ൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4 അക്ക സംഖ്യയായിരുന്നു. അത് 2021 ആയപ്പോഴത്തേക്കും അത് 5 അക്ക സംഖ്യയായി കൂടുകയും ചെയ്തു. എന്നാൽ 2026-ലേക്ക് മത്സരിക്കുമ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്നതായിക്കോട്ടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നെയ്യാറ്റിൻകരയിലെ ആൻസലിന് എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം വിജയസാധ്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സമ്മതിദായകരെ, 9-ാം തീയതി നടക്കുന്ന 16-ാം നിയമസഭയിലെ നമസ്കാരം. 2016-ൽ സഭ മത്സരിക്കുമ്പോൾ അന്ന് സെൽവരാജിനോടാണ് മത്സരിക്കുന്നത്. അന്ന് ആദ്യമായിട്ടുള്ള കന്നി അംഗത്തിൽ തന്നെ അന്ന് ഒരു 4 അക്ക ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. രണ്ടാമത്തോടെ 2021 ആയപ്പോഴത്തേക്ക് അത് 5 അക്ക ഭൂരിപക്ഷമായിട്ട് വളരെ ഉയർത്തിയാണ് ഉണ്ടായത്. പക്ഷേ 2026 വരുമ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള ബാക്കി 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും ആ പഞ്ചായത്തെല്ലാം UDF തന്നെയാണ് ഭരിച്ചത്. ആ പഞ്ചായത്തുകളിൽ അന്നുണ്ടായിരുന്നതിനേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും 2 നിലയിലാണ് ജനങ്ങൾ വിലയിരുത്തിയത്. അതുകൊണ്ട് അതിനകത്ത് ആശങ്കയില്ല. ഇപ്പോഴും പൂർണ്ണമായും ആത്മവിശ്വാസം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ഭൂരിപക്ഷം ജയിക്കും. അതായത് 2021-നെക്കാളും വമ്പിച്ച ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകും. 2021-നെക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഈ സീറ്റ് നിലനിർത്തും. ഈ സ്വാഭാവികമായിട്ടും ഓപ്പോസിഷൻ നിൽക്കുന്ന പാർട്ടികളെല്ലാം പറഞ്ഞത് വികസനം മുരടിപ്പാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായെന്നാണ്. അവരങ്ങനെ പറയുന്നതിന് അവർ കുറേ കണക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ സഖാവ് പറയുന്നത് വലിയ തരത്തിലുള്ള വികസനം ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റുന്നത്? അവർ ഈ നാട്ടിലെ വികസന പ്രവർത്തനമൊന്നും കാണുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ് തന്നെ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസനമാണ് കിഫ്ബി മൂലം നടപ്പാക്കിയത്. അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രതിപക്ഷം അത് കണ്ണു തുറന്ന് കാണുന്നില്ല. അവരിങ്ങനെ വരട്ട് തത്വവാദം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് അതിൽ അഭിരമിക്കട്ടെ, അതവർക്ക് ആത്മവിശ്വാസം നൽകട്ടെ. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ MLA എന്ന രൂപത്തിലേക്ക് MLA ഫണ്ടിൻ്റെ വിനിയോഗം, സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകളുടെ വിനിയോഗം അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഗുണകരമായി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വർദ്ധിത പിന്തുണ ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും. 3-ാം തവണയാണ് സഖാവ് മത്സരിക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ചാരിതാർത്ഥ്യമുണ്ട് ഈ ഒരു
വീണ്ടും ഒരു അവസരം കിട്ടിയത്? വീണ്ടും ഒരു അവസരം കിട്ടിയതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഒപ്പം തന്നെ ഒരു MLA എന്ന രൂപത്തിലേക്ക് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴും വരുന്ന ഒരാളല്ല, ഈ നാടിനോടൊപ്പം ഉണ്ടായിരുന്നു. MLA ആവുന്നതിനും ഉണ്ടായിരുന്നു. MLA ആയതിനു ശേഷം ആ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാ വീടുകളുമായി എനിക്ക് ബന്ധമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഒട്ടനവധി ആളുകളുമായി എനിക്ക് പുതിയ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 12 ദിവസമാവുക. ഈ 12 ദിവസം കൊണ്ട് ഒരു 15,000-ത്തിലധികം വരുന്ന ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കാണാൻ പറ്റില്ല. ഇനിയുള്ള ദിവസവും കാണും ഞാൻ. അതാണ് എൻ്റെ ബന്ധം. അതെ, പ്രചരണത്തിൽ 3 രാഷ്ട്രീയ പാർട്ടിക്കാലും താങ്കൾ എന്നെ മുന്നിൽ നിൽക്കുന്നത്, അതിൽ യാതൊരു തർക്കമില്ല. അത് ഈ പോകുന്ന ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാവുന്നുണ്ട്? തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതൽ സ്വീകാര്യതയുണ്ട്. ഒരു MLA എന്താണെന്ന് അവർക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും മുഖം കൊടുത്തൊരു MLA ആണ്. ഒരു MLA കാണാൻ പണ്ട് ആളുകൾക്ക് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ ഒരു MLA ആയി മാറി. അവരുടെ ആവശ്യങ്ങൾക്ക് എന്നെ സമീപിക്കാറുണ്ട്. ഞാൻ മുഖം തിരിഞ്ഞിട്ടില്ല. അവർ എൻ്റെ പ്രജകളാണ്. എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും അവർ ഈ മണ്ഡലത്തിലെ ആളുകളാണ്. അവരുടെ ജീവിതാവശ്യങ്ങൾ കൂടെ ചെവി കൊടുക്കുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനപ്രതിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നേരിട്ട് നിർവഹിച്ച ഒരാൾ എന്നുള്ള ആത്മവിശ്വാസവും കരുത്തും കൂടുതൽ പ്രതീക്ഷ നൽകും. താങ്ക് യു. അല്ലേ, 3ാം തവണയാണ് കെ ആൻസലൻ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടത് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് കെ ആൻസലൻ മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, വലിയ തരത്തിലുള്ള സ്വീകാര്യത ഓരോ സ്ഥലത്തും ലഭിക്കുന്നുണ്ട്. ഈ സ്വീകാര്യത നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഈ വിജയം വീണ്ടും ആവർത്തിക്കട്ടെന്നാണ് ജനങ്ങൾ ഓരോരുത്തരും പറയുന്നത്. അത് തന്നെയാണ് ആൻസലനും പറയാനുള്ളത്. ക്യാമറാമാൻ അരുണിനൊപ്പം ബാദുഷ ജമാൽ, ഫോക്കസ് ന്യൂസ് TV.